സമസ്തയിലെ ലീഗ് വിരുദ്ധ നേതാക്കൾക്കെതിരായ മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ പരസ്യ വിമർശനം സമസ്ത അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ അറിവോടെ സമവായ ചർച്ചയിലെ ധാരണ സമസ്ത നേതാക്കൾ പാലിച്ചില്ല എന്ന നിലപാട് ജിഫ്രി മുത്തുക്കോയ തങ്ങളും സ്വീകരിച്ചതോടെയാണ് പരസ്യ വിമർശനത്തിന് മുസ്ലിം ലീഗ് നേതൃത്വം ഒരുങ്ങിയത്. കാര്യങ്ങൾ അവസാനിച്ചു എന്ന് കരുതേണ്ടെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അവർ പറയുകയും ചെയ്തു. പിന്നെ പറഞ്ഞത് അവർ പിന്നെ പുറത്ത് പറയാന്നുള്ളത് അത് അവരുടെ ഒരു മാന്യതയുടെ ഭാഗമാണ്. അതായിരുന്നു ഒരു മിനിറ്റ്, അതായിരുന്നു അണ്ടർസ്റ്റാൻഡിങ്. പക്ഷെ അത് മാത്രം പറഞ്ഞില്ല, വേറെ പല കാര്യങ്ങളും പറഞ്ഞു. ഇന്നലെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പരസ്യ വിമർശനം സമസ്ത മുഖപത്രം സുപ്രഭാതം വാർത്തയാക്കുകയും ചെയ്തു. വിവരങ്ങളുമായി സമീർ ബിൻ കരീം ചേരുന്നു. സമീർ, അത് എവിഡന്റ് ആയിരുന്നു. ഒരു പ്രത്യേക സമയമാകുമ്പോഴേക്കും ഏതാണ്ട് ലീഗ് നേതാക്കൾ ഒരേപോലെ ഈ പറയുന്ന ലീഗ് വിരുദ്ധ നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനം രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ അനുഗ്രഹാശംസകളോടെയാണ് നടക്കുന്നതെങ്കിൽ സമസ്തയ്ക്കുള്ളിലെ ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു എന്ന സൂചനയല്ല അത്, സമീർ? ഹാഷ്മി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഒരു ഘട്ടത്തിൽ ജിഫ്രി തങ്ങളുടെ അനുവാദത്തോടു കൂടെയാണ് ഈ ലീഗ് വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ അങ്ങനെ അല്ല എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം പാണക്കാട് നടന്ന യോഗത്തിലുണ്ടായ ധാരണ പ്രകാരമുള്ള ഒരു പ്രതികരണമല്ല അമ്പലക്കാട് ഉമർ ഫൈസി അടക്കമുള്ളവർ പുറത്ത് നടത്തിയത്. അത് മുസ്ലിം ലീഗിന് കടുത്ത അതൃപ്തി ഉണ്ടാക്കി. അതിന് പിന്നാലെ ലീഗ് നേതൃത്വം സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി സംസാരിച്ചു, ആശയവിനിമയം നടത്തി. മുസ്ലിം ലീഗിന്റെ കടുത്ത അതൃപ്തി ജിഫ്രി തങ്ങൾ അറിയിച്ചു. ജിഫ്രി തങ്ങളും ഈ ധാരണ പ്രകാരം ഉണ്ടായ കാര്യങ്ങൾ പുറത്തു പറയാത്തതിൽ ജിഫ്രി തങ്ങൾക്കും അതൃപ്തി ഉണ്ടായി എന്നാണ് ലീഗ് നേതൃത്വം വ്യക്തമാക്കുന്നത്. അങ്ങനെ ജിഫ്രി തങ്ങളുടെ കൂടി അനുമതിയോട് കൂടിയാണ് പാണക്കാട് സാദിഖ് അലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും സമസ്തയിലെ ലീഗ് വിരുദ്ധർക്കെതിരെ പാണക്കാട് ആഞ്ഞടിച്ച് പ്രസ്താവന നടത്തിയത് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നവർ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം പാണക്കാട് സാദിഖ് അലി തങ്ങൾ പറഞ്ഞിരുന്നത് ചർച്ചയുടെ അന്തസ്സത്ത പാലിക്കുന്ന രീതിയിലല്ല നേതാക്കളുടെ പ്രതികരണം എന്നതായിരുന്നു. അത് ഇന്ന് സുപ്രഭാതം പത്രം വാർത്തയാക്കിയതും ഏറെ ശ്രദ്ധേയമായി. കാരണം ഈ ചർച്ചയിൽ പങ്കെടുത്ത അമീദ് ഫൈസി അമ്പലക്കട, അതോടൊപ്പം തന്നെ മുസ്തഫ മുണ്ടുപാറ ഉൾപ്പെടെയുള്ള ഈ ചർച്ചയിൽ പങ്കെടുത്ത ധാരണ തെറ്റിച്ചെന്ന് പറയപ്പെടുന്ന നേതാക്കൾ തന്നെയാണ് സുപ്രഭാതത്തിന്റെ MD-യും CEO-യും അടക്കമുള്ളവർ എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അപ്പോൾ ഇവർ നേതൃത്വം നൽകുന്ന സുപ്രഭാതത്തിൽ തന്നെ ഇത്തരത്തിൽ ഇവർക്കെതിരായ വാർത്ത വന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. അതിൽ മനസ്സിലാക്കേണ്ടത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിലവിൽ ഇവരുടെ ഒപ്പം ഇല്ല എന്നുള്ള ലീഗ് പറയുന്ന വാദം ഒരുപക്ഷെ ഒരു പരിധിവരെ ശരിയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഏതായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സമസ്ത ലീഗ് തർക്കം അതിരൂക്ഷമായി തന്നെ തുടരുന്നു. അതോടൊപ്പം തന്നെ സമവായത്തിന് വേണ്ടി ക്ഷണിച്ച അല്ലെങ്കിൽ സമവായ ചർച്ച പോലും പുതിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹാഷ്മി, സമീർ ബിൻ കരീമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം ലീഗിൻ്റെ നേതാക്കളടക്കം ലീഗ് വിരുദ്ധ സമസ്ത നേതാക്കൾക്കെതിരെ ഒരു പ്രത്യേക സമയമാകുമ്പോഴേക്കും ഒരു ഓളോട്ട് അറ്റാക്ക് നമ്മൾ കണ്ടതാണ്. അത് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ അനുഗ്രഹാശികളോടെ തന്നെയാണ് എന്നുള്ളതാണ് വരുന്ന വിവരം.